പ്രഭാത വന്ദനം. ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ പുനരുത്ഥാന നാളിൻ്റെ ആശംസകൾ, മംഗളങ്ങൾ നേരുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ ഉയർപ്പ് പെരുന്നാൾ, അതിൽ നമ്മൾ സംബന്ധിച്ചു. ഒരു പുതിയൊരു അനുഭവത്തിലൂടെ നാം കടന്നുപോയി. ഉയർപ്പ് നമുക്ക് നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനോടകം പലയിടത്തും ദേവാലയത്തിലും ഒക്കെ നമ്മൾ കേട്ടു കാണും. എന്തെന്നാൽ അതായത് ഉയർപ്പ് പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ തിരുനാളാണ് എന്നുള്ളത്. മറ്റൊരു ഒന്ന് രണ്ട് ആശയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ ഉയർപ്പിലൂടെയാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യബോധം, ഒരർത്ഥം, ഒരു സമഗ്രത ലഭിച്ചത്. അവിടെ ഇവിടെ ചിതറിക്കിടന്നിരുന്ന ലോകത്തെയും അതിൻ്റെ കാര്യങ്ങളെയും ചിന്തകളെയും ഒക്കെ ഏകോപിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അനുഭവമോ ഒരു സത്തയോ ലോകത്തെ ശക്തിയുക്തം നയിച്ചിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ആഗമനത്തോടു കൂടി, അതിലുപരി കർത്താവിൻ്റെ ഉത്ഥാനത്തോടു കൂടി ലോകത്തിലെ സകല സബര്യകൾക്കും ഒരു ഉത്തരമാവുകയാണ്. ചിതറിക്കിടന്ന ലോകവും അതിൻ്റെ ആശയങ്ങളും തത്വചിന്തകളും വ്യക്തികളും ജഡത്വവും ഇത്യാദി കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുകയും അവയ്ക്കെല്ലാം ഒരു ലക്ഷ്യസ്ഥാനം യേശുക്രിസ്തു ആണെന്നും സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ യേശുവാണെന്നും അവിടുത്തെ ഉത്ഥാനമാണെന്നും ഒരു വലിയ സന്തോഷം ലോകത്തിന് ലഭിക്കുകയാണ്. ലോകത്തെ നയിക്കുന്ന ഒരു ശക്തി, ചാലക ശക്തി ഉത്ഥാനമാണ്, ഉത്ഥാനത്തിൻ്റെ ശക്തിയാണ്, പുനരുത്ഥാനമാണ്, യേശുവാണ് എന്ന ഒരു വലിയ ചിന്ത ലോകത്തിന് ലഭിച്ചത് വഴി ലോകത്തിന് ജീവൻ ലഭിക്കുകയാണ്. കൂടുതൽ ജീവൻ ലഭിക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. പല രഹസ്യങ്ങളും തുറക്കപ്പെട്ട അനുഗ്രഹത്തിൻ്റെ തിരുനാളാണ് ഉയർപ്പ് പെരുന്നാൾ. സകല രഹസ്യങ്ങളും വെളിവാക്കപ്പെട്ടു. പിതാവിനെ നമുക്ക് വെളിവാക്കി തന്നത് അന്നേ വരെ രഹസ്യമായിരുന്ന പിതാവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യേശു നമുക്ക് തുറന്നു കാണിക്കുകയാണ്. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. എന്താണ് ആ ഒന്ന്? അത് സ്നേഹമാണെന്നും ഞാൻ സ്നേഹത്തിൻ്റെ വക്താവ്, സ്നേഹത്തിൻ്റെ നിറകുടമാണെന്നും ഞാൻ തന്നെയാണ് സ്നേഹമെന്നും ഉത്ഥാന പെരുന്നാളിലൂടെ യേശു കാണിച്ചു തരികയാണ്. നിത്യതയിലേക്കുള്ള കവാടം തുറക്കുന്ന അനുഭവമാണ് പെരുന്നാൾ. ആ അനുഭവമാണ് ഉത്ഥാനം, പുനരുത്ഥാനം. യേശുവിൻ്റെ പുനരുത്ഥാനം സാധാരണ ലെവലിൽ നിന്ന് മനുഷ്യനെ ഔന്നത്യത്തിലേക്ക്, നിത്യതയിലേക്ക് ഉയർത്തുകയാണ്. ഇവിടത്തെ പല കാര്യങ്ങളും നിലയില്ലാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ മനുഷ്യ ജീവിതത്തിന് വിലയുണ്ടെന്നും നിലയുണ്ടെന്നും അർത്ഥമുണ്ടെന്നും യേശുവിൻ്റെ ഉത്ഥാന പെരുന്നാൾ നമ്മെ പഠിപ്പിക്കുന്നു. കാരണം മനുഷ്യൻ മണ്ണിൽ നശിച്ചു പോകാനുള്ളവനല്ലെന്നും യേശുവിനോളം ഉയർന്ന ഉത്ഥാനം പ്രാപിക്കേണ്ടവനാണ്, സ്വർഗത്തിലേക്ക് എത്തേണ്ടവനാണെന്നുള്ള വഴി കാണിക്കുന്ന തിരുനാൾ. ഉത്ഥാനം ഒരു വഴിയാണ്. പിതാവിങ്കലേക്ക് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ എത്തിച്ചേരുന്ന ഒരു വലിയ വഴിയാണ് ഉത്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ അനന്തതയിലേക്കുള്ള ഒരു വാതിൽ തുറക്കലും അതുപോലെ തന്നെ നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്ന അനുഭവമാണ് ഉത്ഥാന പെരുന്നാൾ. അർത്ഥമില്ലാത്ത നിരാശയിലായിരുന്ന മനുഷ്യനെ പ്രത്യാശയുള്ളവനാക്കി തീർത്തുകൊണ്ട് അവനെ ലോകത്തിൻ്റെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും തകർച്ചയിൽ നിന്നും കണ്ണീർ കയത്തിലൊക്കെ രക്ഷിച്ച് പ്രതീക്ഷ നൽകിയ പെരുന്നാളാണ് ഉത്ഥാന പെരുന്നാൾ. സ്വർഗം തുറക്കപ്പെട്ട തിരുനാളാണ് ഉത്ഥാന പെരുന്നാൾ. അഗ്രാഹ്യമായിരുന്ന സ്വർഗം ഈ ലോക ജീവിതം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്നിടത്ത് കർത്താവ് പറയുകയാണ്, ലോകമുണ്ട്, ഞാനാണ് അതിൻ്റെ നാഥൻ, ഞാനത് നിങ്ങൾക്കായിട്ട് തുറന്നു തരും. എൻ്റെ ഉത്ഥാനം വഴിയായി, എൻ്റെ സഹനത്തിലൂടെ,
എൻ്റെ ഉയർപ്പിലൂടെ നിങ്ങൾക്കും ഉയർപ്പുണ്ട്. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ വിലയും മഹത്വവും ദൈവത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് അടുത്തു വരെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന തിരുനാളാണ് ഈസ്റ്റർ. ആൾത്തോർ ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ ഉത്ഥാന പെരുന്നാൾ നമ്മെ യോഗ്യമാക്കുന്നു, സന്നദ്ധമാക്കുന്നു. ഉത്ഥാന പെരുന്നാളിലൂടെ, ക്രിസ്തു ഉത്ഥാനത്തിലൂടെ എന്താ ചെയ്തത്? ലോകത്തെ തോൽപ്പിച്ചു, ജഡത്തെ തോൽപ്പിച്ചു, സാത്താനെ തോൽപ്പിച്ചു, പാപത്തെ തോൽപ്പിച്ചു, നിരാശയെ തകർത്തു, അസ്വസ്ഥതകളെ ഇല്ലാതാക്കി. ലോകത്തിന്റെ എല്ലാവിധമായ തകർച്ചയിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ചുയർത്തി, ഉയർപ്പിന്റെ പ്രത്യാശയിലൂടെ പിതാവിന്റെ അടുക്കിലേക്ക് ഉയർത്തിയ പെരുന്നാളാണ് പരിശുദ്ധ ഉത്ഥാന പെരുന്നാൾ. ലോകത്തിന്റെ സർവ്വ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന പെരുന്നാൾ ഉത്ഥാന പെരുന്നാൾ. ഒരർത്ഥത്തിൽ ലോകത്തിന്റെ മുഴുവനും രക്ഷയും അതിനൊരു അർത്ഥവും അതിനൊരു മാനവും നൽകുന്നത് യേശു ക്രിസ്തുവാണ്. ആകാശത്തിന് കീഴിൽ രക്ഷപ്പെടുവാൻ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഉദ്ധിതന്റെ നാമം അപ്പോസ്തല പ്രവർത്തനം 4:12 നമ്മൾ വായിക്കുകയാണ്. ആകാശത്തിന്റെ കീഴിൽ രക്ഷപ്പെടുവാൻ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രിയ ദൈവമക്കളെ, ഉയർപ്പ് നമ്മെ ഓരോരുത്തരെയും മഹോന്നതരാക്കി മാറ്റുകയാണ്. നിരാശപ്പെട്ട് ജീവിക്കരുത്, പ്രത്യാശ വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ, കഷ്ടതകളെ കുരിശെടുക്കപ്പെട്ട് നമ്മൾ നിരാശപ്പെടരുത്. നമുക്ക് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. യേശുവിനോട് ഒത്തു ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഉത്ഥാനത്തിന്റെ, ഉയർപ്പിന്റെ ആ മഹത്വം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ഇവിടെ ഒടുങ്ങിത്തീരുന്നതല്ല, ഒടുങ്ങിത്തീരേണ്ടതല്ല, തകർന്നു പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. മറിച്ച് യേശുവിനോടൊത്തുള്ള ഒരു ജീവിതം നമുക്കുണ്ട്. അതാണ് പുനരുത്ഥാനം നമുക്ക് നൽകുന്ന സന്ദേശം. അത് നമ്മളെ സഹായിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ പലരും ഇത് കേൾക്കുമ്പോൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുകയും ആയിരങ്ങൾക്ക് നിങ്ങൾ വഴി യേശുവിനെ കേൾക്കുവാൻ ഞാൻ പറയുന്ന എളിയ ദൂത് ആയിരങ്ങളിൽ എത്തുന്നതിന് വേണ്ടി ഈ ചാനല് മറ്റുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അവരെ നിങ്ങൾ ഉദ്ബോധിപ്പിക്കണമെന്ന് കൂടി സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി യേശുവിന്റെ നാമത്തിൽ ഹാപ്പി ഈസ്റ്റർ.